ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത യു.ഡി.എഫ് സർക്കാർ നടപടിയെ പ്രശംസിച്ച് എ.ഡി. തോമസ് എം.എൽ.എ. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് യു.ഡി.എഫ് സർക്കാർ നൽകിയ വാക്ക് പാലിച്ചെന്നും എന്തിനാണ് യു.ഡി.എഫ് സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് ബോധ്യമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള യു.ഡി.എഫ് നേതൃത്വം ഈ ലക്ഷ്യത്തിനായി നിരന്തരം പോരാടിയിട്ടുണ്ട്. ഇത് തുടരുകയും ചെയ്യും. യു.ഡി.എഫിനെ എതിർക്കുകയും അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു വലിയ പ്രഹരമായി ഈ നടപടി കണക്കാക്കപ്പെടുന്നെന്നും നീതിയോടും നിയമവാഴ്ചയോടുമുള്ള പാർട്ടിയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായപ്പോൾ കേവലം ഞങ്ങൾക്കേറ്റ ശാരീരികമായ മർദ്ദനമല്ല ഞങ്ങളുടെ പ്രശ്നം. അഭിപ്രായം പറയുവാനുള്ള, പ്രതിഷേധിക്കുവാനുള്ള, സമരം ചെയ്യുവാനുള്ള എല്ലാ പൗരന്മാരുടെയും മൗലിക അവകാശം സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് ഈ നിമിഷം വരെയും നിയമ പോരാട്ടം നടത്തിയത്. അത് നാളെയും തുടരും. അതിനെല്ലാമുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ ആഗ്രഹിച്ച, കേരളത്തിലെ പൊതുജനങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന് കേരളത്തിലെ ജനം നൽകിയ തിരിച്ചടിയാണ് യു.ഡി.എഫ് സർക്കാരിലൂടെ നടപ്പിലായത്.